കാത്തിരിക്കുന്നത് വെല്ലുവിളികളോ എന്നുള്ളതാണ് ചോദ്യം. കാത്തിരിക്കുന്നത് വെല്ലുവിളികൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഈ പാർട്ടി കോൺഗ്രസിനെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഭാരവാഹികളെ തിരഞ്ഞെടുത്ത കാര്യത്തിലായാലും പുതിയ ഭാരവാഹികൾ വന്ന കാര്യത്തിലെല്ലാം ആയാലും ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു മാറ്റമൊക്കെയുണ്ട്. അത് മാത്രമല്ല, അതിലൊരു ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പ് കൂടി നടന്നിരിക്കുന്നു CC-യിലേക്ക് എന്നുള്ളതാണ്. ഇതിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിൽ തന്നെ അത് MA ബേബിയാണോ അതോ ധാവളയാണോ എന്നുള്ള ചർച്ചകൾ ഒരു ഘട്ടത്തിൽ നടന്നിരുന്നു. അതിന്മേൽ ഒരു 1.5 മണിക്കൂർ ചർച്ച തന്നെ നടന്നിരുന്നു എന്നാണ് മനസ്സിലാക്കാനാകുന്നത് PB-യിൽ. അതിനുശേഷം MA ബേബി എന്ന പേര് പ്രകാശ് കാരാട്ട് നിർദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. ധാവളയാട്ടെ മുഹമ്മദ് സലീമിൻ്റെ പേര് പറയുന്നു. അദ്ദേഹം അത് ഞാനില്ല എന്ന് പറയുന്നു. അങ്ങനെ ബേബിയിലേക്ക് എത്തുന്നു. ബേബിക്ക് ബാക്കി എല്ലാ ഭാഗത്തു നിന്നുള്ളവരുടെ പിന്തുണയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് അദ്ദേഹം എത്തുന്നത്. ഇനി 18-അംഗ PB-യിൽ 8 പുതുമുഖങ്ങളുണ്ട്. പിണറായിക്ക് മാത്രമേ ഇളവ് കൊടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാം പുതുമുഖങ്ങൾ വരുന്നു. ആരൊക്കെയാണ് വരുന്നത് എന്നതും പ്രധാനമാണല്ലോ. വിജു കൃഷ്ണൻ, R അനന്തകുമാർ ആന്ധ്രയിൽ നിന്നുള്ള പ്രതിനിധിയാണ്. വിജു കൃഷ്ണൻ കാസർഗോഡുകാരനാണ്. പക്ഷേ അദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. എവിടെ പ്രവർത്തിക്കുന്നു? കർഷകർക്ക് വേണ്ടി, കർഷക സമരത്തിലൊക്കെ പ്രധാന പങ്ക് വഹിച്ച നേതാവാണ്. അദ്ദേഹം വരുന്നു. പിന്നെ U വാസുകി തമിഴ്നാട് നിന്നുള്ള പ്രതിനിധി, മറിയം ധാവളെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രതിനിധി. 2 വനിതാ അംഗങ്ങൾ ഒഴിഞ്ഞപ്പോൾ അവിടേക്ക് 2 വനിതാ അംഗങ്ങൾ മാത്രം വരുന്നു എന്നത് മാത്രമാണ് ഒരു സങ്കടമുള്ള കാര്യം. സുഭാഷിണി അലി പോകുന്നു. അതോടൊപ്പം തന്നെ ബൃന്ദ കാരാട്ടും പോകുന്നു. പകരം 2 വനിതകൾ മാത്രം. ഒരു മൂന്നാമതൊരു വനിതയായി KK ശൈലജ വന്നേക്കും എന്നുള്ളൊരു പ്രതീക്ഷ അവസാന നിമിഷത്തിൽ നമുക്കുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ പോളിറ്റ് ബ്യൂറോ അംഗം എന്ന രൂപത്തിലും അത് അഭിമാനകരമായിരുന്നു. ഇപ്പോൾ BJP പോലുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ കൂടുതൽ വനിതാ പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കില്ലല്ലോ, ഞങ്ങൾക്കിതാ ഇത്രയും വനിതാ അംഗങ്ങൾ, ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനത്ത് തന്നെ വനിതാ അംഗങ്ങൾ എന്ന് അവരെ കാണിച്ച് കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ വനിതാ പ്രാതിനിധ്യം ഉയർത്തി ഒരു സന്ദേശം നൽകുക എന്നൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അതിലേക്ക് കടക്കാൻ വേറെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്താതിരുന്നത്. അങ്ങനെ ജനറൽ സെക്രട്ടറി വന്നു. അല്ല, ഞാൻ പറഞ്ഞ വനിതയെ വിജയരാഘവൻ MV അതാണ് കേരളത്തിന് കൂടുതൽ കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ടായിരിക്കാം കൂടുതൽ അത് കൊടുക്കാതിരുന്നത്. ഏതായാലും 2 എന്ന എണ്ണം 3 ആക്കാൻ കഴിഞ്ഞിട്ടില്ല പോളിറ്റ് ബ്യൂറോയിൽ വനിതകളുടെ കാര്യത്തിൽ എന്നുള്ളൊരു ദുഃഖകരമായ കാര്യമാണ്. ഇനി MA ബേബിയെ പറ്റി പറയുകയാണെങ്കിൽ 5 പതിറ്റാണ്ടിൻ്റെ സംഘടനാ പാരമ്പര്യമുണ്ട് അദ്ദേഹത്തിന്. ഈ പ്രത്യയശാസ്ത്ര അവഗാഹം മാത്രമല്ല, കലാ സാംസ്കാരിക രംഗത്ത് സംഗീതം, ഫുട്ബോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമേഖലകളാണ്. ഈ സ്വരലയ എന്ന സംഘടന നമ്മൾ കുറേ കാലമായി കേൾക്കുന്നു. അതിൻ്റെ തലപ്പത്ത് കുറേ കാലമായി MA ബേബി ഉണ്ട്. അപ്പോൾ ആ തരത്തിൽ അദ്ദേഹം വ്യത്യസ്തനാണ്. ഇനി ഈ പറഞ്ഞ CC-യിൽ നടന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഉൾപാർട്ടി ജനാധിപത്യമില്ലാത്ത പാർട്ടി എന്ന് എപ്പോഴും CPM-നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പരിഹസിക്കാറുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല. ഇതിലൊരു വ്യത്യസ്തമായി ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസിലുണ്ടായിരിക്കുന്നത് ഇങ്ങനെയൊരു CC-യിലൊരു തിരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നു. തിരഞ്ഞെടുപ്പിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നു എന്ന DL കാരാട് പുറത്ത് മാധ്യമങ്ങളോട് പറയുകയാണ്. അത് ഒരംഗം പറയുമ്പോൾ അത് അങ്ങനെ പറയുമോ എന്നുള്ളൊരു സംശയം, അത് പാർട്ടി പുറത്തു വന്ന് ആ രൂപത്തിൽ തന്നെ പ്രതികരിക്കുമോ എന്നുള്ള സംശയം, അതൊക്കെ തീർത്തുകൊണ്ട് പിന്നീട് MA ബേബി തന്നെ പറയുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നുവെന്നും അദ്ദേഹത്തിന് കിട്ടിയ വോട്ടടക്കം 31 വോട്ടേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ള കാര്യം പറയുന്നു. MA ബേബി പറയുന്നു ഇത് നടാടെയാണ് ഇങ്ങനെയൊരു മത്സരത്തിലേക്ക് പോകുന്നതെന്ന് കൂടി അദ്ദേഹം വിശദീകരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ പോസിറ്റീവായ കാര്യം അതിൽ സംഭവിച്ചിരിക്കുന്നു. ഒരു അംഗത്തിന് എതിരഭിപ്രായമായാലും അല്ലെങ്കിൽ 2 അംഗങ്ങളുടെ ആന്ധ്രയിൽ നിന്നും ഒരു എതിരഭിപ്രായം ഉണ്ടായിരുന്നു. ആന്ധ്രയിൽ നിന്നല്ല, UP-യിൽ നിന്നും. അപ്പോൾ 2 അംഗങ്ങളുടെ എതിരഭിപ്രായമായാലും ഒരു മത്സരത്തിലേക്ക് പോകുന്നെങ്കിൽ പോകട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് പോകുന്നു. അത് പിന്നീട് ഒരു വിഭാഗീയതയായി മാറാതെ അതിനെ അംഗീകരിച്ചുകൊണ്ട് വോട്ടെടുപ്പ് നടക്കുന്നു. ഈ പുറത്തു വന്ന ആൾ പറഞ്ഞതും, ഈ DL കാരാട് എന്ന സഖാവ് പിന്നീട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറഞ്ഞതും, ഇത് വരുന്ന റിസൾട്ടിനെ ഞാൻ അംഗീകരിക്കുമെന്നും ഈ ജനറൽ സെക്രട്ടറിയോട് എനിക്ക് ആരായാലും യോജിപ്പാണ് എന്നുള്ളതുമാണ്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഞാൻ കാണുന്നത്. അപ്പം BJP-യുടെ തെരഞ്ഞെടുപ്പ് നമുക്കിപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടാണല്ലോ. കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്നു, ഇവിടെ നോമിനേഷൻ ഒരാൾ മാത്രം കൊടുക്കുന്നു, അങ്ങനെ തീരുമാനമാകുന്നു. ആ തീരുമാനം അടിച്ചേൽപ്പിക്കപ്പെട്ട തീരുമാനമാണെന്നെങ്കിൽ പുറത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ആ തരത്തിൽ വിമർശിക്കാം. പക്ഷേ അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഇവിടെ ഈ തരത്തിൽ കുറച്ചുകൂടി ജനാധിപത്യപരമായ കാര്യങ്ങൾ നടക്കുന്നു എന്ന് തെളിയിക്കാൻ ഏതായാലും CPM-ന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി വെല്ലുവിളിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ രാജ്യത്ത് ജനാധിപത്യ പാർട്ടികളും ഇപ്പോൾ ഇടത് പാർട്ടികളും ഒക്കെ തന്നെ വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലത്താണ് CPM ഈ പറഞ്ഞ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കുറഞ്ഞു വന്ന് എത്രത്തോളം MP-മാരും MLA-മാരും ഒക്കെ ഉണ്ട് എന്നുള്ള കണക്കൊക്കെ വരുമ്പോൾ തുച്ഛമാണ്. കേരളത്തിൽ മാത്രമേ ഭരണമുള്ളൂ എന്നുള്ള സാഹചര്യം നിൽക്കുന്നു. ഇതൊക്കെ തന്നെ വലിയ വെല്ലുവിളിയായി നിൽക്കുകയാണ്. ഇപ്പോൾ ഈ പറയുന്ന ഈ പാർലമെൻറ്റിലും
സംസ്ഥാനങ്ങളിലും ഒന്നും പ്രാതിനിധ്യമില്ല എങ്കിലും എവിടെയാണ് ഈ പ്രാതിനിധ്യം കാണിക്കേണ്ടത്? സമരങ്ങളിൽ വിഷയങ്ങൾ ഏറ്റെടുത്ത് സമരം ചെയ്യുന്നതിൽ എത്രത്തോളം CPM മുന്നോട്ട് വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. രൂക്ഷമായി കൊണ്ടിരിക്കുന്ന തൊഴിലില്ലായ്മയുണ്ട്. വർഗീയ ഭ്രാന്തിനെതിരെ പ്രതികരിക്കാം. പലപ്പോഴും ഹിന്ദുത്വത്തിനെതിരായ പ്രതികരണം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള സംശയം നിലനിൽക്കുന്ന സമയത്ത് കൂടിയാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബി എത്തുന്നത്. അപ്പോൾ MA ബേബി അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് ഒരു കാത്തിരിക്കുന്ന ഒരു കൗതുകമാണ്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആ രൂപത്തിൽ BJPക്കെതിരായ ദേശീയ തലത്തിൽ ഒരു വിശാല രാഷ്ട്രീയ യോജിപ്പിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് യെച്ചൂരിയൊക്കെ നടത്തിയിരുന്നത് പോലെ അതിനു മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഏകോപനത്തിൻ്റെ ഒരു റോൾ ഉണ്ടായിരുന്നു CPMന്. ഹർകിഷൻ സിംഗ് സുർജിത്തിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ ആ രൂപത്തിൽ നടത്തിയിരുന്ന ഏകോപനം, ആ ഏകോപനത്തിലേക്ക് പോകാൻ MA ബേബിക്ക് സാധിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം. ആ രൂപത്തിൽ എല്ലാവരുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന നേതാവാണ്. പ്രതികരണങ്ങൾ ഒരു മിതത്വവും ഒരു പക്വതയും കാണിക്കുന്ന നേതാവാണ്. അപ്പോൾ ആ രൂപത്തിൽ അദ്ദേഹത്തിന് അതിനുള്ള സാധ്യതയുണ്ട്. ഈ പറഞ്ഞതുപോലെ കോൺഗ്രസുമായുള്ള ബന്ധം എങ്ങനെയായിരിക്കും എന്നതും കാത്തിരിക്കുന്നു. ഇപ്പോൾ പാർട്ടി കോൺഗ്രസിൽ തന്നെ കോൺഗ്രസുമായി എങ്ങനെ വേണമെന്നുള്ള കാര്യത്തിലൊക്കെ ചർച്ചകൾ നടന്നിട്ടുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ BJPക്കെതിരായ നിലപാടിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ആ യോജിപ്പ് സാധ്യമാകുക എന്നുള്ളത് ഒരു ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ആലോചിച്ചെടുക്കേണ്ട തീരുമാനം കൂടിയാണ്. അതിൽ ഈ കേരള ഘടകത്തിൽ നിന്നും വ്യത്യസ്തമായൊരു സമീപനം പലപ്പോഴും MA ബേബിക്ക് പിണറായി വിജയൻ്റെ അതേ നിലപാടൊന്നുമല്ല പല വിഷയങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. ചില ഘട്ടങ്ങളിലും അദ്ദേഹം അതിൽ പ്രതികരിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്കെതിരെ കോഴിക്കോട് UAPA ചുമത്തിയപ്പോഴപ്പോൾ ഒക്കെ അദ്ദേഹം വ്യത്യസ്ത നിലപാട് പരസ്യമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾക്ക് ഓർമ്മയുള്ളതാണ്. അതോടൊപ്പം അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തെ രണ്ടാം മുണ്ടശ്ശേരി എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരം മതമില്ലാത്ത ജീവൻ എന്ന ഒരു പാഠമായിരുന്നു. അത് വലിയ ചർച്ചയായി. അത് മതമൗലികവാദികളുടെ എതിർപ്പിന് പോലും ഇടയാക്കി. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ കാലം പിന്നോട്ട് നടക്കുന്ന ഈ കാലത്ത് അത്തരം പ്രതികരണങ്ങൾ അദ്ദേഹം എത്രത്തോളം ശക്തമായി നടത്തുമെന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പൊതുവിൽ ഒരു ഉദാരമായ വാശിയില്ലാത്ത സമീപനം എടുക്കുന്ന ഒരു നേതാവായിട്ടാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. പാർട്ടിയിൽ ചില ഘട്ടങ്ങളിൽ വ്യത്യസ്ത സമീപനം എടുക്കുന്നു. ആലപ്പുഴയിൽ വിഭാഗീയത രൂക്ഷമായപ്പോൾ അദ്ദേഹം അവിടെ താൽക്കാലിക ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു അല്ലേ. പിന്നെ കൊല്ലത്ത് അദ്ദേഹം മത്സരിച്ചപ്പോഴാണ് ഈ പ്രേമചന്ദ്രനെ പിണറായി വിജയൻ്റെ പരനാറി പ്രയോഗം ഉണ്ടായത്. അത് MA ബേബിയുടെ പരാജയത്തിന് കാരണമായി എന്നൊരു വിലയിരുത്തൽ പോലും ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പൊതുവെ പാർട്ടിയുടെ യോജിച്ചുള്ള നിലപാടുകൾക്കൊപ്പം നിൽക്കുന്ന നേതാവ് തന്നെയാണ്. സ്ഥാനം രാജിവെക്കുന്ന നിലപാടെടുത്ത ആളാണ്. അതായത് പാർലമെന്റിൽ മത്സരിച്ച് പ്രേമേന്ദ്രനോട് തോറ്റപ്പോൾ ഈ MLA സ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ല എന്ന്, അന്ന് കുണ്ടറ MLA ആണ് അദ്ദേഹം, അന്ന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് പിന്നീട് പാർട്ടി അനുനയിപ്പിക്കുകയാണ് ചെയ്തത്. ശരി, പൊതുവിൽ പാർട്ടിയുടെ നിലപാടിനോട് യോജിച്ചാണ് പുറത്ത് പ്രതികരിക്കാറ്. ചില ഘട്ടങ്ങളിൽ അദ്ദേഹം ഈ വ്യത്യസ്തമായ നിലപാടിന്റെ ഭാഗമായുള്ള പ്രതികരണങ്ങൾ നടത്തുന്ന നേതാവാണ്. ഉൾപാർട്ടി സമരങ്ങളിൽ ഔദ്യോഗപക്ഷത്തോടൊപ്പം നിലനിന്നിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഉൾപാർട്ടി സമരങ്ങളിൽ എപ്പോഴും VS പിണറായി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ പിണറായിക്ക് മുൻപ് കേന്ദ്ര കമ്മിറ്റിയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. 88 എത്തിയിട്ടുണ്ട് അല്ലേ. അതിനുശേഷമാണ് പിണറായി വിജയനും കോടിയേരിയും എത്തുന്നത്. അപ്പോൾ ബേബിയേക്കാൾ മുന്നിൽ ഇവരൊക്കെ തന്നെ പൊളിറ്റ് ബ്യൂറോയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ MA ബേബിയെ കാത്തിരിക്കുന്നത് ജനറൽ സെക്രട്ടറി എന്ന പദം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് കാത്തിരിക്കുന്ന വെല്ലുവിളികൾ ഒരുമിച്ച് നേരിടുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലേ, കേരളത്തിലെ തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ ബംഗാളിലും തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബേബിയുടെ നേതൃത്വത്തിൽ അതിനെ എങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പിനെ നേരിടുക പാർട്ടി എന്നുള്ളതാണ്. ഇവിടെ കോൺഗ്രസിനെ എതിരിടുമ്പോൾ ബംഗാളിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കണം. അതൊക്കെ ഈ പ്രത്യയശാസ്ത്ര രൂപത്തിൽ അത് വിശദീകരിക്കേണ്ടി വരും. അതായത് വിശദീകരിക്കാനൊക്കെ ഉള്ള കഴിവുണ്ട്. പക്ഷേ ഇവിടുത്തെ ഘടകം അത് എത്രത്തോളം അംഗീകരിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഏതായാലും യോജിപ്പിൻ്റെ ഒരു രീതിയിലായിരിക്കും അദ്ദേഹം പോവുക എന്നുള്ള കാര്യം തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ വളരെ പോസിറ്റീവായി തന്നെ സമാപിച്ചിരിക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാത്തിരിക്കുന്നത് വെല്ലുവിളികളാണ്. ആ വെല്ലുവിളികളെ നേരിടാൻ അദ്ദേഹത്തിന് കെൽപ്പുണ്ടാകട്ടെ. Meet the editors.